പുനർജനിയുടെ മാജിക് ഓഫ് മാജിക്കിന്റെ 14-ാം ദിവസത്തിലേക്ക് സ്വാഗതം. കൃതജ്ഞതയുടെ ശക്തി അനുഭവിച്ചറിഞ്ഞുകൊണ്ടുള്ള 2 ആഴ്ചകൾ നമ്മൾ പിന്നിടുകയാണ്. ഇന്നത്തെ ദിവസം നമ്മൾ കടന്നു പോകുന്നത് സ്നേഹത്തിനെക്കുറിച്ചാണ്. സ്നേഹം എന്നാൽ എന്താണ്? അത് ഓരോരുത്തർക്കും ഓരോ അനുഭവമായിരിക്കും. ഓരോരുത്തർക്കും ഓരോ ഡെഫിനിഷൻസ് ആയിരിക്കും അതിന് പറയാനുള്ളത്. ഒരിക്കൽ ഗുരു നിത്യചൈതന്യതി അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരോട് ഇത് ചോദിക്കുകയുണ്ടായി. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളായിരുന്നു. അതിലൊരാൾ പറയുകയുണ്ടായി, ഗുരു, സ്നേഹം എന്ന് പറയുന്നത് സമയം കൊടുക്കലാണ് എന്നുള്ളത്. നമ്മുടെയൊക്കെ സമയം എത്രയോ വിലയേറിയതാണ്. എല്ലാ വ്യക്തികൾക്കും 24 മണിക്കൂർ മാത്രമാണുള്ളത്. ആ സമയം ഉപയോഗപ്പെടുത്തിയാണ് ഓരോരുത്തരും ജീവിതത്തിൽ ഓരോ അവസ്ഥയിലെത്തുന്നത്. സ്നേഹമെന്നുള്ളത് നമ്മുടെ വിലയേറിയ സമയം മറ്റൊരാൾക്ക് പങ്കുവെക്കുന്നതാണ്. അവരെ സഹായിക്കുന്ന, കാരുണ്യമാകുന്ന നമ്മുടെ വിലയേറിയ സമയത്തെ ഉപയോഗപ്പെടുത്തുന്നതാണ് സ്നേഹമെന്ന് പറയുന്നത് എന്നാണ് നിത്യചൈതന്യതി പറഞ്ഞത്. ഇതേപോലെ ഈ വിലയേറിയ സമയം നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതിനെ ഓർക്കുവാൻ വേണ്ടിയാകട്ടെ ഇന്നത്തെ ദിവസം. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത്, ഈ ദിവസം, ഒരു ദിവസം തുടങ്ങുന്നതിന് മുൻപ് നമ്മൾ ആ ദിവസം പ്ലാൻ ചെയ്യുന്നു. എൻ്റെ ഇന്നത്തെ ദിവസം ഞാൻ ഇതൊക്കെ ആയിരിക്കും ചെയ്യുന്നത് എന്ന് മുൻകൂട്ടി കാണുക. നമ്മുടെ മെയിനായിട്ട് ചെയ്യുന്ന കാര്യങ്ങളെ മുൻകൂട്ടി കാണുക, അവയെ വിഷ്വലൈസ് ചെയ്യുക, അവ നല്ല രീതിയിൽ ചെയ്തു തീർക്കാൻ കഴിയുന്നതിനായി ഹൃദയപൂർവ്വം നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ബുക്കിലേക്ക് എഴുതുക. പ്രധാനമായും ചെയ്യേണ്ട കാര്യങ്ങളെ ഓർത്തുകൊണ്ട് അവ പോസിറ്റീവായ രീതിയിൽ, നല്ല രീതിയിൽ തന്നെ അത് ചെയ്തു തീർക്കുന്നതിനായിട്ട് പ്രപഞ്ചശക്തിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ബുക്കിലേക്ക് എഴുതുക. അതോടൊപ്പം തന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഓരോ നിമിഷവും ആ കൃതജ്ഞതയുടെ ശക്തി അനുഭവിച്ചറിയുക എന്ന് പറയുന്നത് അത് ഒരു ഫീലാണ്, അതൊരു അനുഭവമാണ്. അത് ഒരു 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 പ്രവൃത്തിയായി ചെയ്യേണ്ട ഒരു കാര്യമല്ല. അത് അനുഭവിച്ച് ആസ്വദിച്ച് അതിൽ ജീവിക്കേണ്ടതാണ്. അപ്പോൾ അത് നമ്മൾ കോൺഷ്യസ് ആയി ചെയ്യുക. എപ്പോഴെങ്കിലും നമ്മളത് മറന്നു പോകുന്നു എങ്കിലും ഓർമ്മയിൽ വരുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയോടും സാഹചര്യങ്ങളോടും വ്യക്തികളോടും ഒക്കെ ഹൃദയപൂർവ്വം നന്ദി പറയുക. അതോടൊപ്പം തന്നെ രാത്രിയിൽ ഗ്രാറ്റിറ്റ്യൂഡ് സ്റ്റോൺ പ്രാക്ടീസ് ചെയ്യുക. രാവിലെ ഗ്രാറ്റിറ്റ്യൂഡ് സ്റ്റോൺ കയ്യിൽ എടുത്തു വെച്ച് അതിൻ്റെ ശക്തി ഫീൽ ചെയ്ത് എല്ലാറ്റിനും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മളുടെ ദിവസം തുടങ്ങുക. എല്ലാവർക്കും 2 ആഴ്ചയായി നമ്മളോടൊപ്പമുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. അരിഗാത്തോ, അരിഗാത്തോ, അരിഗാത്തോ.